What's up guys? Welcome to our channel. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്സിന് വേണ്ടിയുള്ള കിടിലം വർക്കൗട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആപ്സിന് വേണ്ടി വർക്കൗട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് 6 പാക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതിനൊക്കെയും ഉപരിയായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വർക്കൗട്ടിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒബ്ലിക്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ രണ്ട് സൈഡിൽ നമ്മുടെ സൈഡിൽ ഫാറ്റ് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരുമാതിരി ലവ് ഹാൻഡിൽസ് ഒക്കെ പോലെ കിടക്കാറുണ്ട്. നമ്മുടെ അടുത്ത് പലരും മെസ്സേജ് ചോദിക്കാറുള്ളതാണ് ഈ പറയുന്ന സൈഡ് ഫാറ്റ് എങ്ങനെ കളയാം, ലവ് ഹാൻഡിൽസ് എങ്ങനെയാണ് കളയേണ്ടത്, എങ്ങനെയാണ് ഈ പറയുന്ന ഒബ്ലിക് മസിൽസ് തെളിയിച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ എല്ലാവരും തന്നെ ചോദിക്കാറുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 പാക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് ഉപരിയായിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു വീഡിയോയിലൂടെ കൂടുതലായിട്ട് ആക്ടിവേഷൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഒബ്ലിക് മസിൽസിലോട്ടായിരിക്കും, അല്ലെങ്കിൽ ലവ് ഹാൻഡിൽസ് കളയാൻ അല്ലെങ്കിൽ സൈഡ് ഫാറ്റ് ഒക്കെ കളയാൻ വേണ്ടിയുള്ള ഒരു നല്ല കുറച്ച് വർക്കൗട്ടുകളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ന്യൂട്രീഷനും കൂടെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലവ് ഹാൻഡിൽസ് പോകും എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് 6 പാക്കും ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 6 പാക്ക് ആപ്സിലോട്ടും ആക്ടിവേഷൻ പോകുന്ന രീതിയിലാണ് ഈ പറയുന്ന വർക്കൗട്ടുകളെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കാം. എന്തൊക്കെയാണ് വർക്കൗട്ട് നോക്കാം. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓൾവേസ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെയർ സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പോൾ ചെയർ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു ചെയറിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ താഴെ കിടന്നിട്ട് നമ്മൾ സാധാരണ ക്രഞ്ചസ് ചെയ്യുമല്ലോ, ക്രഞ്ചസ് ചെയ്തതുപോലെ നമ്മൾ കിടന്നിട്ട് നമ്മുടെ കാല് എന്നുള്ള ഒരു ചെയറിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അന്തരീക്ഷത്തിൽ ഒരു ചെയർ, ഒരു ഇമാജിനറി ചെയർ ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത് ആ രീതിയിൽ നമ്മൾ ഇരുന്നിട്ടാണ് ഈ പറയുന്ന ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. അതിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് എന്നുള്ളതിനെ പറ്റി നമ്മൾ ഡെമോ വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് എത്ര റെപ്പാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 30 റെപ്സ് എങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. 30 റെപ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത വർക്കൗട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു റൗണ്ട് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു വർക്കൗട്ടിന് ഇടയ്ക്കൊന്നും നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നില്ല. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള വർക്കൗട്ടുകളും അങ്ങനെ തന്നെയാണ്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വർക്കൗട്ടുകളും കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ റെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊന്നും നമ്മൾ ഒട്ടും റെസ്റ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ 30 റെപ്പറ്റേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് പോകണം. അപ്പോൾ ഏതായാലും ഈ ഒരു ഫസ്റ്റ് വർക്കൗട്ടിനകത്ത് എങ്ങോട്ടാണ് കൂടുതൽ ആക്ടിവേഷൻ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്ലിക്സ് കഴിഞ്ഞും കൂടുതലായിട്ട് നമ്മുടെ ഈ പറയുന്ന ആപ്സിലോട്ട് തന്നെയാണ് കൂടുതൽ ആക്ടിവേഷൻ വരുന്നത്. നമ്മുടെ അപ്പർ ആപ്സിലോട്ടായിരിക്കും കൂടുതൽ ആക്ടിവേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ കാലിങ്ങനെ പൊക്കി വെച്ചേക്കുന്നതുകൊണ്ട് കൂടുതൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഏതായാലും ഈ ഒരു വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കാതെ നമ്മൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോകണം. നമ്മൾ അടുത്ത വർക്കൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാങ്ക് നീസ് ടു എൽബോ എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പ്ലാങ്ക് നീസ് ടു എൽബോ എന്ന് പറയുമ്പോൾ ആ പേര് പറയുന്നതുകൊണ്ട് തന്നെ പ്ലാങ്ക് പൊസിഷനിൽ കിടന്നതിന് ശേഷമായിരിക്കും നമ്മൾ ഈ പറയുന്ന ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ പ്ലാങ്ക് പൊസിഷനിൽ കിടന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ആപ്സ് ഏരിയയിലോട്ട് ഒരുപാടധികം ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കുലേറ്റ് ചെയ്യും. ഒരുപാടധികം ബ്ലഡ് ചെയ്യുന്ന കഴിയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫാനിനെ കൂടുതൽ ബേൺ ചെയ്യാൻ വേണ്ടി സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇതിന് നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ആ ഒരു നീസ് ഉണ്ടല്ലോ, നമ്മുടെ മുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൽബോസിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒബ്ലിക്സിലോട്ട് നല്ലൊരു ആക്ടിവേഷൻ വരും. നമുക്കറിയാം, നമ്മൾ ഒബ്ലിക്സിന് വേണ്ടിയിട്ട് ഒരുപാടധികം വർക്കൗട്ട് നമ്മൾ മെഷീനിലൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ആ ഒരു എഫക്റ്റ് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു പ്ലാങ്ക് നീസ് ടു എൽബോ എന്ന് പറയുന്ന ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 15 to 20 റെപ്പിറ്റേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ 50 റെപ്പിറ്റേഷൻ ചെയ്താൽ മതി. ഒരു സൈഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 റെപ്പിറ്റേഷൻ ചെയ്യുക. രണ്ട് സൈഡുകൾ കൂടുമ്പോഴത്തേനും 30 റെപ്പിറ്റേഷൻസ് വരുന്നതാണ്. നല്ലൊരു ആക്ടിവേഷൻ നമ്മുടെ ഒബ്ലിക്സിലോട്ടും അതുപോലെ നമ്മുടെ ആപ്സ് ഏരിയയിലോട്ടും വരുന്നതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പ്ലാങ്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൂടുതലൊരു ആക്ടിവേഷൻ പോകുന്നുണ്ട്. നമ്മുടെ ആപ്സ് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ കോർ ഏരിയയിലോട്ടൊക്കെ നല്ലൊരു കോൺസെൻട്രേഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിന് കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു മൂവ്മെന്റും കൂടെ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് ഈ പറഞ്ഞ ആപ്സ് ഏരിയയിലോട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കൗട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന വർക്കൗട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സീറ്റഡ് ഇൻ ആൻഡ് ഔട്ട് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സീറ്റഡ് ഇൻ ആൻഡ് ഔട്ട് എന്ന് പറയുമ്പോൾ പേര് പറയുന്നത് തന്നെയാണ്. അതായത് നമ്മൾ സീറ്റ് ചെയ്യുക. നമ്മുടെ രണ്ട് കൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ രണ്ട് സൈഡിലാണ് നമ്മൾ പൊസിഷൻ ചെയ്യുക. വീഡിയോയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊസിഷൻ ചെയ്യുക. അതിന് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാല് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻസൈഡിലോട്ട് കൊണ്ടുവരിക. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ഔട്ട് സൈഡിലോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഏതായാലും ഔട്ട് സൈഡിലോട്ട് നമ്മൾ പോകാൻ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്വാസം പുറത്തോട്ട് വിടണം. ഇൻസൈഡിലോട്ട് കൊണ്ടുപോകാൻ നേരത്തെ ശ്വാസം അകത്തോട്ട് എടുക്കുക. എങ്ങനെയാണ് ഈ പറയുന്ന ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ലോവർ ആപ്സിലോട്ട് ആക്ടിവേഷൻ പോകുന്ന രീതിയിലാണ് ഈ പറയുന്ന ഒരു സംഭവം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞാൽ നമുക്ക് കൂടുതലെന്ന് വെച്ചാൽ ഒബ്ലിക്സിലോട്ടാണ് കോൺസെൻട്രേഷൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ അപ്പർ ആപ്സ് അതുപോലെ നമ്മുടെ ഒബ്ലിക്സ് അതുപോലെ നമ്മുടെ ലോവർ ആപ്സ് ഈ ഒരു ടോട്ടൽ എല്ലാ കംപ്ലീറ്റ് ആപ്സിൻ്റെ എല്ലാ ഏരിയയിലോട്ടും പോകുന്ന രീതിയിലാണ് ഈ പറയുന്ന വർക്കൗട്ടുകളെല്ലാം നമ്മൾ ചെയ്തു വെച്ചത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് ആയിട്ട് ആപ്പ് ഡെവലപ്മെന്റ് കൊണ്ടാകുകയും ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ഈ പറയുന്ന ലവ് ഹാൻഡിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കളയാനും സാധിക്കും. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഒബ്ലിക്സിലോട്ട് ആക്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി ഒന്ന് ചെരിഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന ഒരു വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ഒബ്ലിക്സിലോട്ടും കൂടെ കുറച്ചുകൂടെ ആക്ടിവേഷൻ പോകുന്നതാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 റെപ്പറ്റേഷൻസ് ആണ്. അപ്പോൾ 30 റെപ്പറ്റേഷൻസ് ഈ പറയുന്ന ഒരു വർക്കൗട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ഇല്ലാതെ തന്നെ നമ്മുടെ നാലാമത്തെ വർക്കൗട്ടിലോട്ട് പോകണം. നമ്മുടെ നാലാമത്തെ വർക്കൗട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾട്ടർനേറ്റിംഗ് സ്റ്റാർ ക്രഞ്ചസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നാലാമതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആൾട്ടർനേറ്റീവ് സ്റ്റാർ ക്രഞ്ചസ് എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ കാണുന്നതുകൊണ്ട് തന്നെ
ഈ പറയുന്ന ഒബ്ലിക്സിലോട്ടും അതുപോലെ തന്നെ നമ്മുടെ ആപ്സിലോട്ടും ആക്ടിവേഷൻ പോകുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ലെഗാണ് നമ്മൾ ആദ്യമേ പൊക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ട് അതിനെ ടച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു 15 റെപ്പറ്റീഷൻസ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 1 റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന റൈറ്റ് ലെഗ് പൊക്കുക, അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് അതിനെ ടച്ച് ചെയ്യുക. അപ്പോൾ ഓപ്പോസിറ്റ് ലെഗും ഓപ്പോസിറ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടെ ടച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ലെഗിന് നമ്മൾ 15 റെപ്പറ്റീഷൻ വെച്ചിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 റെപ്പറ്റീഷൻസ് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ വർക്കൗട്ട് നമ്മൾ ചെയ്യേണ്ടത്. പേര് പറയുന്നതുകൊണ്ട് തന്നെ ആൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ലെഗിൽ മൂവ്മെന്റ്സ് വരുന്നുണ്ട്. ആൾട്ടർനേറ്റിംഗ് സ്റ്റാർ ടച്ചസ് എന്നാണ് ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ വർക്കൗട്ടിനെ പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട് പോകാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കാതെ അടുത്ത വർക്കൗട്ടിലോട്ട് പോകണം. നമ്മുടെ അടുത്ത വർക്കൗട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാങ്ക് സൈഡ് ടു സൈഡ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പ്ലാങ്ക് സൈഡ് ടു സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേര് പറയുന്നതുകൊണ്ട് തന്നെ പ്ലാങ്ക് പൊസിഷനിൽ കിടന്നു കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് സൈഡ് നമ്മുടെ ടോർസോ ഉണ്ടല്ലോ, ടോർസോ റൊട്ടേറ്റ് ചെയ്യുന്നതിലൂടെയാണ് ഈ പറയുന്ന ഒരു ആക്ടിവേഷൻ നമ്മുടെ ആപ്സിലോട്ട് കിട്ടുന്നത്. അപ്പോൾ രണ്ട് സൈഡിലോട്ട് നമ്മുടെ ടോർസോ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒബ്ലിക്സിലോട്ട് നല്ലൊരു ആക്ടിവേഷൻ വരും. അത് പോരാതെ തന്നെ നമ്മൾ ഈ പറയുന്ന പ്ലാങ്ക് പൊസിഷനിൽ നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ആപ്സിലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്സ് നല്ലപോലെ ടൈറ്റ് ആയിട്ട് കോറൊക്കെ നല്ല എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു ആക്ടിവേഷൻ നമ്മുടെ ആ ഒരു ഭാഗത്തോട്ട് വരുന്നതാണ്. അപ്പോൾ ഏതായാലും ഇത്രയും വർക്കൗട്ടുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഏകദേശം 5 വർക്കൗട്ടുകളുണ്ട്. അപ്പോൾ ഈ ഒരു 5 വർക്കൗട്ട് നമ്മൾ ഒറ്റ റൗണ്ടായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒറ്റ റൗണ്ടായിട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കംപ്ലീറ്റ് സെറ്റ്, അതിനെ നമ്മൾ ഒരു ഒറ്റ സെറ്റായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു ഒറ്റ റൗണ്ടിലാണ് ഒരു സെറ്റായിട്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ സെറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിലോട്ടാണ് പോകുന്നത്. രണ്ടാമത്തെ റൗണ്ടിലും ഈ സെയിം എക്സാക്ട് ഈ ഒരു പാറ്റേൺ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. സെയിം റെപ്പറ്റീഷനും കാര്യങ്ങളും എല്ലാം ഇത് തന്നെയായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ റൗണ്ടിലും ഇതുപോലെ തന്നെ സെയിം റെപ്പറ്റീഷനും അതുപോലെ തന്നെ സെയിം വർക്കൗട്ടുകളും നമ്മൾ ഫോളോ ചെയ്യും. ഇങ്ങനെ 3 റൗണ്ടെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. 4 റൗണ്ട് ചെയ്ത് വളരെ നല്ലതാണ്. 4 റൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ആക്ടിവേഷൻ നമ്മുടെ ഈ പറയുന്ന ആപ്സിലോട്ട് വരും. 3 റൗണ്ടെങ്കിലും നമ്മൾ മിനിമം ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഏതായാലും ഈ ഒരു ആപ്സ് വർക്കൗട്ടിലെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് പറയാനുള്ള കാര്യമാണ്. അതായത് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 70% നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് നമ്മുടെ ന്യൂട്രീഷനിൽ തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂട്രീഷൻ പക്കായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലപോലെ ഒരു ആപ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ആപ്സ് മസിൽസിൻ്റെ മേളിൽ വന്നിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഒരു ലെയർ ഓഫ് ഫാറ്റാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ അതിന് താഴെയുള്ള ആപ്സ് നമ്മൾ എന്തോരം ട്യൂൺ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ പറയുന്ന വർക്കൗട്ട് ചെയ്യുമ്പോഴെല്ലാം നമുക്ക് ആപ്സിനെ ട്യൂൺ ചെയ്യാനേ സാധിക്കുള്ളൂ. നമ്മൾ ആപ്പ് മസിൽസിനെ ട്യൂൺ ചെയ്തെടുക്കാനേ സാധിക്കത്തുള്ളൂ. പക്ഷേ അതിനൊന്ന് വിസിബിൾ ആയിട്ട് നമുക്ക് പുറത്ത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ മേലിലുള്ള ആ ഒരു ഫാറ്റ് ലെയറിനെ കളയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്രീഷൻ ശ്രദ്ധിക്കേണ്ട വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ന്യൂട്രീഷനെ പറ്റി എല്ലാം ഈ ആപ്സിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ന്യൂട്രീഷൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന മധുരം കാര്യങ്ങളൊക്കെ കഴിക്കാമെന്നുള്ളതിനെ പറ്റിയുള്ള നമുക്ക് ഡൗട്ട് കാണും. അപ്പോൾ എന്നാൽ ഡെഫിനറ്റ്ലി ഞാനെ പറ്റി വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതാണ്. എന്തൊക്കെ ഡയറ്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഡെഫിനറ്റായിട്ട് പോയി കാണാൻ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ആപ്സ് വർക്കൗട്ട് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അതായത് 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആപ്സ് ഡെവലപ്പ് ചെയ്യാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡിയോയും അതൊരു വെയിറ്റ് ട്രെയിനിങ്ങും അതൊരു ന്യൂട്രീഷനും ഈ പറയുന്ന കാര്യങ്ങൾ റെസ്റ്റും കാര്യങ്ങളും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ പറ്റി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് പോയി നോക്കുക. ഒരു വണ്ടിയുടെ 4 ടയർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പറയുന്ന 4 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളോട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ പറയുന്ന എക്സസൈസിലോട്ടും കാര്യങ്ങളോട്ട് കിടക്കാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വരുന്നു. ഇഷ്ടപ്പെട്ട ഡെഫിനറ്റായിട്ട് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ ഡയറക്റ്റ് മെസ്സേജ് ചോദിച്ചാൽ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം മറ്റൊരു കിട്ടിലും വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.